നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ പറഞ്ഞു. പാർട്ടി കോർ കമ്മിറ്റിയും NDA യോഗവും ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. വികസനം തന്നെയാണ് ഇവിടെയും BJP മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ ജനം നടത്തും. ഈ ഇലക്ഷന്റെ ഒരു കാരണം എന്ന് പറയുന്നത് LDFന്റെ ഒരു MLA LDFിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ രാജിവെച്ചത്. 6 മാസം മാത്രമല്ലേ ഉള്ളൂ ഈ ബൈ ഇലക്ഷൻ്റെ ടേം. അപ്പോൾ ഇതെല്ലാം വിചാരിച്ച് നമ്മൾ തീരുമാനിക്കും. ഇന്നൊരു BJPന്റെ കോറിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് NDAന്റെ ഒരു മീറ്റിംഗ് നടക്കും, അത് കഴിഞ്ഞ് തീരുമാനം. മൊത്തം കേരളയിൽ വികസനത്തിനെ കുറിച്ച് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാലോ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു. ഇവിടെ ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM എന്ത് ചെയ്തു. അതിന് മുന്ന് കോൺഗ്രസിന് അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു എല്ലാവർക്കും അറിയാം. ദേശീയപാത തകർന്ന വിഷയത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. വിഷയത്തിൽ വീഴ്ച പറ്റിയത് ആർക്കാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻക്വയറി കമ്മിറ്റി ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? അത് ക്വാളിറ്റി ആണോ, കോൺട്രാക്ട് ചെയ്ത തെറ്റാണോ, അത് സർവേയിൽ മാറ്റം കൊണ്ടുവന്ന കാരണമാണോ? ഇതെല്ലാം എൻക്വയറി കമ്മിറ്റി നോക്കട്ടെ. NHAI ഈ നാട്ടിലും എത്രയോ ലക്ഷം കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ്. അത് ഗ്ലോബൽ ക്വാളിറ്റിയിൽ ചെയ്ത് പണിയും കാര്യങ്ങളും ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ നടന്നു അവർ അത് ഒരു എൻക്വയറി നടക്കും, അത് തീരുമാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് BJP ദേശീയ നിർവാഹക സമിതി അംഗം KV ശ്രീധരൻ മാസ്റ്ററുടെ ചെമ്പൂക്കാവിലെ വസതിയിലിരുന്ന് കണ്ട ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ.